സഹകളെ, കേരളത്തിലും ഇന്ത്യയിലും വളരെ കാര്യമായി ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു സംഗതിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരം സംബന്ധിച്ചുള്ള പ്രശ്നവും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു ഫെഡറൽ സങ്കല്പനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയാണ്. അതിൻ്റെ അർത്ഥം, ഫെഡറൽ സങ്കല്പം എന്ന് വെച്ചാൽ അർത്ഥം, അതായത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്, കേന്ദ്രത്തിലെ ചില പ്രധാനപ്പെട്ട അധികാരങ്ങൾ കേന്ദ്രത്തിലും, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായും യൂണിറ്ററി അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളെല്ലാം ഉള്ളതാണ് ഈ ഭരണഘടന. ജനാധിപത്യം ആധുനികമായിട്ടുള്ള ബൂർഷ്വാ ഡെമോക്രസി ആരംഭിക്കുന്ന കാലത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ പറഞ്ഞ ഫെഡറൽ ഭരണ സംവിധാനം. ഫെഡറൽ ഭരണ സംവിധാനത്തിൻ്റെ അകത്തുള്ള കൂടുതൽ യൂണിറ്ററി ആയിട്ടുള്ള ഭരണ സംവിധാനമാണ് അമേരിക്കയിലേത്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റിന്, അമേരിക്കയിൽ തന്നെ പ്രസിഡൻറ്റിനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും നല്ല അധികാരങ്ങളുണ്ട്. ചില കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് അമേരിക്കയിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ സ്വത്ത് നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരുമാന നികുതി ചുമത്തുമ്പോൾ അത് കേന്ദ്രത്തിലെ ഫെഡറൽ ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും പിന്നെ തദ്ദേശ ഗവൺമെൻറ്റുകൾക്കും അമേരിക്കയിൽ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ പലയിടത്തും കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇങ്ങനെ പിരിക്കാനുള്ള ഈ നികുതി പിരിക്കാൻ ആവശ്യമായിട്ടുള്ള അധികാരമുണ്ട് അവർക്ക്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ തന്നെയുള്ള പോലീസ് സംവിധാനം, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ കയ്യിലുണ്ട്. സംസ്ഥാനങ്ങൾക്ക് താഴെയുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും താഴെയുണ്ട്, കൗണ്ടികൾക്കുണ്ട്. ഏതാണ്ട് 3 തട്ടിലുള്ള ഭരണ സംവിധാനമാണ് അമേരിക്കയിൽ ഉള്ളത്. അതുകൊണ്ടാണിപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ അവസാന കാലത്ത്, നമ്മുടെ ഈ കോവിഡിൻ്റെ കാലത്ത് പലപ്പോഴും സംസ്ഥാനങ്ങളുമായിട്ടുള്ള കയറി ഉരസാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. ഫെഡറൽ തത്വം എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായും യൂണിറ്ററി അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് അധികാരം കൈമാറുന്ന ഒരു ഈക്വൽ സ്റ്റേറ്റസിലേക്ക് പല ഘട്ടങ്ങളിലും വരുന്ന, എന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരം, അതുപോലെ തന്നെ വിദേശകാര്യം, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം വരുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള അധികാരം കേന്ദ്രീകരിക്കുന്നതാണ് ഫെഡറൽ സംവിധാനം. ഫെഡറൽ സംവിധാനമായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്തത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനത്തെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കകത്ത് ഭരണഘടന തയ്യാറാക്കുമ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇന്ന ഷെഡ്യൂൾ, ഇന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഇന്ന കാര്യങ്ങൾ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഇന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സമവർത്തി ലിസ്റ്റ് എന്ന് മലയാളത്തിൽ പറയുന്ന കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. 1950 നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വരുന്ന കാലത്ത് കൺകറൻറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സമവർത്തി, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അധികാരത്തിലുണ്ടായിരുന്ന ഒട്ടേറെ വകുപ്പുകൾ കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയ ശേഷം കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു അല്ലെങ്കിൽ കവർന്നെടുത്തു എന്ന് പറഞ്ഞായിരിക്കും ശരി. അങ്ങനെ ഒട്ടേറെ അധികാരങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം നടപ്പാക്കിയിട്ടുള്ള ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്. വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ട നയം ഇന്ത്യയിലാവേണ്ട നയത്തെക്കുറിച്ച് പറയാം കേന്ദ്ര ഗവൺമെൻറ്, പക്ഷേ വിദ്യാഭ്യാസ നയത്തിൻ്റെ ബാക്കി നടത്തിപ്പ് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഈ ഫെഡറൽ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അമേരിക്കയിൽ പോലും അമേരിക്കയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള കാലത്ത് ദശകങ്ങൾ നീണ്ടു നിന്ന വലിയ തരത്തിലുള്ള പ്രാദേശിക യുദ്ധങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് അധികാരം സ്ഥാപിച്ചത്. കാരണം ആ സംസ്ഥാനങ്ങളിലെല്ലാം പറയുമ്പോഴത്തേക്ക് ആഭ്യന്തര യുദ്ധം എന്ന പേര്. ആഭ്യന്തര യുദ്ധം എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ സവിശേഷമായിട്ടുള്ള ജീവിത സാഹചര്യവും സവിശേഷമായിട്ടുള്ള ആചാരങ്ങളും സവിശേഷമായിട്ടുള്ള മറ്റ് ആചാരവിശേഷങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുറത്ത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്, അതായത് അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിനായിട്ടുള്ള പൊരിഞ്ഞ യുദ്ധം നടന്നു. ഭാരതത്തിൽ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളുണ്ടായി. അങ്ങനെ ദശകങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിലാണ് അമേരിക്കൻ ഈ ഭരണം ഉറയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയ്ക്കകത്ത് ഈ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രസിഡൻറ്റിന് വൻ അധികാരം വന്ന പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ള ഭരണ സംവിധാനം അമേരിക്കയിൽ ഏർപ്പെടുത്താനുള്ള കാരണം അമേരിക്കയുടെ ഈ ഹിസ്റ്ററിയാണ്. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ അതാണല്ലോ. ബ്രിട്ടനിൽ നിന്ന് അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെല്ലാം അടിച്ചോടിച്ചും കൊന്നൊടുക്കുകയും അവരുടെ സംസ്കാരത്തിൻ്റെ പുറത്ത് ബ്രിട്ടീഷ് സംസ്കാരം അടിച്ചേൽപ്പിച്ചാണ് അമേരിക്കൻ സംസ്കാരം എന്ന് പറയുന്നത്.
1992 അമേരിക്കോ വെസ്പൂസി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് നാവികൻ ഒരു വലിയ സംഘവുമായി ഈ അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തിയത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അമേരിക്ക എന്ന് പേര് വരുന്നത്. അന്ന് അവിടെ ഉള്ളത് തദ്ദേശവാസികൾ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. ഈ ഇൻക വർഗത്തിൽപ്പെട്ട ആൾക്കാർ, അതുപോലെ മയൻ എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരെല്ലാം ആയിരുന്നു അവിടുത്തെ. അപ്പോൾ അവരെയെല്ലാം തകർത്ത്, അല്ലെങ്കിൽ അവരുടെ മറ്റേ സാംസ്കാരികവും അവരുടെ ആചാരപരവുമായിട്ടുള്ള എല്ലാ ഇതിനെയും തകർത്ത്, അവരുടെ ദേശീയമായിട്ടുള്ള സ്വഭാവത്തെ തകർത്ത്, ആ തകർന്നച്ച ചോരയൊഴുക്കി തകർത്തിട്ടാണ് അമേരിക്കയിൽ ഈ ഭരണം സ്ഥാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭരണം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന് അമേരിക്കയിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്ററി ആയിട്ടുള്ള ഒരു സ്വഭാവം വരേണ്ടത് അന്നത്തെ ആവശ്യമായിരുന്നു. ആ സ്വഭാവമാണ്, അതായത് ഇപ്പോൾ സെനറ്റും അതുപോലെ കോമൺ സഭയും, ഇത് രണ്ടും എതിരായി പറഞ്ഞാൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ വീറ്റോ അധികാരം വെച്ചിട്ട് ഭരണം നടത്തിക്കൊണ്ടുപോകാം. അതാണ് ഈ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. കൂടുതൽ യൂണിറ്ററി ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ളത് അങ്ങനെയാണ്. അവിടെയുള്ള പ്രശ്നം വെച്ചാൽ അവിടുത്തെ തദ്ദേശീയരുടെ അഭിപ്രായങ്ങളൊന്നും കാര്യമായിട്ട് വില കൽപ്പിക്കാണ്ടാണ് ഈ ഭരണഘടന വരുന്നത് അവിടെ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള 12,000 വരുന്ന ഭാഷകൾ, അതുപോലെ തന്നെ ഒരു 10, 25, 30 പ്രധാനപ്പെട്ട ദേശീയതകൾ, അങ്ങനെയൊക്കെയുള്ള 10-600 വലിയ നാട്ടുരാജ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ, വ്യത്യസ്തമായിട്ടുള്ള നരവംശം, ഇങ്ങനെയെല്ലാം വരുന്ന ഇന്ത്യക്കകത്ത് ഇന്ത്യയെ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി ഈ പറഞ്ഞ അമേരിക്കയിലെ ആ തന്ത്രങ്ങളൊന്നും നടക്കുമായിരുന്നില്ല. കാരണം ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഇല്ല. ഇപ്പോൾ തിരുവിതാംകൂർ ഗവൺമെൻറ്, കൊച്ചിയിലെ ഗവൺമെൻറ്, മദിരാശിയിലെ മറ്റേ ചോള പാണ്ഡ്യ ഗവൺമെൻറ്റിന് തകർത്തതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്, പിന്നെ ഇങ്ങനെ ഇന്ത്യക്കകത്തുള്ള ഒട്ടേറെ വലിയ വലിയ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഔറംഗസേബിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഗള സാമ്രാജ്യം, ബ്രിട്ടീഷുകാർക്കുമുള്ള ഏറ്റവും വലിയ സാമ്രാജ്യം ഇന്ത്യക്കകത്തുണ്ടായിരുന്നത് മുഗള സാമ്രാജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളെല്ലാം കോർത്തിണക്കി കൊണ്ടുപോകാൻ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ പറ്റൂ. അങ്ങനെയാണ് ഈ പാർലമെൻ്ററി ഭരണ സംവിധാനം. പക്ഷേ അന്നേരം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, കേന്ദ്രത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളും എന്നുള്ള പ്രശ്നം അന്ന് അംഗീകരിച്ച്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സങ്കല്പനം. അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്ത എന്ന് പറഞ്ഞതാണ്. ഈ സത്ത പിന്നീടുള്ള കാലത്ത് നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ വൻകിട ഭൂസ്വാമിമാരും വൻകിട പണക്കാരുമാണ്. അതിനെക്കുറിച്ച് CPIM ആണ് ഏറ്റവും ശരിയായ രൂപത്തിലുള്ള വർഗ്ഗവിശകലനം നടത്തിയേക്കുന്നത്. ഇന്ത്യയിലെ ഭരണവർഗം, പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കും, ഇന്ത്യയിലെ ഭരണവർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂപൂർവ്വവർഗത്തിൻ്റെ കുത്തക ഭൂഷ്വാസിയെ നയിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഭൂസ്വാമിമാരുടെ ഭൂപ്രഭുക്കളുടെയും സാമ്രാജ്യത്വമായി സന്ധി ചെയ്യുന്ന ഒരു ഭരണകൂടം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഏറ്റവും ശരിയായിട്ടുള്ളത് വിലയിരുത്തിയേക്കുന്നത് CPIM ആണ്. CPIMൻ്റെ പ്രോഗ്രാം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്ത് 1950 ജനുവരി മാസം 26 ഭരണഘടന നിലവിൽ വന്ന് നമ്മുടെ ഇന്ത്യയിൽ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷമുള്ള കാലത്ത് പിന്നീട് ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലാണ് ഈ ഭരണവർഗം, ആദ്യം കോൺഗ്രസും ഈ അടുത്ത കാലത്ത് BJPയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതാണ്, ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗം ചർച്ച ചെയ്തതാണ്. അത് ജമ്മു ആൻഡ് കാശ്മീരിന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തനത് സവിശേഷത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വരവായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിനും പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യക്കും പ്രധാനമന്ത്രിയായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേകമായിട്ടുള്ള പതാക ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് പ്രത്യേകമായിട്ടുള്ള പതാക വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യം, വേറിട്ട് നിന്നൊരു രാജ്യം, വളരെ ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശം. ആ പ്രദേശം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ആളായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള, അതായത് ഫറൂഖ് അബ്ദുള്ളയുടെ പിതാവായിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ നാഷണൽ കോൺഫറൻസ് എന്നപ്പെടുന്ന പാർട്ടി, അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രിയായിട്ട് വെച്ചത്. അപ്പോൾ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെ വെച്ചതിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു, പിന്നീട് ഈ പ്രധാനമന്ത്രി സ്ഥാനം ആദ്യം എടുത്തു കളഞ്ഞു. ഷെയ്ഖ് അബ്ദുള്ളയെ പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെ ഗവൺമെൻറ് പോയി അറസ്റ്റ് ചെയ്തു, പോലീസ് പോയി അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഈ 1950കളിൽ തന്നെ ഫെഡറൽ ഭരണ സംവിധാനത്തെ തകർത്തുകൊണ്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. കാരണം കേന്ദ്ര ഗവൺമെൻറ് താല്പര്യങ്ങൾ ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങൾ വെച്ചിട്ട് അവർ ഓരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് വന്ന ഏറ്റവും അവസാനം BJP ആ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കിയപ്പോൾ അവസാനം. ഇതാണ് ഭരണത്തിൻ്റെ ഒരു രീതി.
ഇന്ദിരാഗാന്ധി ഇത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ദിരാഗാന്ധിയും ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ അമിതാധികാര പ്രവണത കാണിച്ച BJPക്ക് മുമ്പുള്ള ആളെന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1957 ഗവൺമെൻറ്റിനെ 59 ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് പിരിച്ചുവിട്ടത്, കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഫെഡറൽ സങ്കല്പന ഈ 356 വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെഡറൽ കാഴ്ചപ്പാടിനെതിരാണ് യഥാർത്ഥത്തിൽ. ആ വകുപ്പ് അവർക്കിഷ്ടമല്ലാത്ത ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന ആദ്യത്തെ ഗവൺമെൻറ് കേരള സംസ്ഥാനത്തെ EMSൻ്റെ ഗവൺമെൻറ് 57 ആ ഗവൺമെൻറ് പിരിച്ചുവിട്ടു. പിന്നെ തുടർന്ന് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സമരാഭാസങ്ങൾ ഈ തരത്തിലുള്ള ഭരണാഭാസങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുതയായിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വേറൊരു രീതി അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുമ്പോൾ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചൊരു സംവിധാനമാണ്. അത് 47 മറ്റുണ്ടാക്കി, 42 47 ഉണ്ടാക്കി. പിന്നീട് 1971 ആകുമ്പോഴത്തേക്കും ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പല്ലും നഖവും കൂടുതലായി കൊടുത്ത് അവർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ ഒരു പ്രത്യേക എസ്റ്റാബ്ലിഷ്മെൻ്റാക്കി മാറ്റിയ ശേഷം ശക്തമായി മാറ്റി. നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. ഈ CBI എങ്ങനെയാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്? കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന് ആവശ്യമുള്ളപ്പോൾ CBI എടുക്കുന്നതെന്ന് വെച്ചാൽ CBI ഉദ്യോഗസ്ഥന്മാരെ വിവിധ അന്വേഷണ ഏജൻസികളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുകയാണ് മിക്കവാറും ഒക്കെ. അത് NIAക്ക് അങ്ങനെയാണ്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അങ്ങനെയാണ്. അതുപോലെ അങ്ങനെയുള്ള അന്വേഷണ ഏജൻസികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയായപ്പോൾ CBIക്ക് ഓരോ ഘട്ടത്തിലും അവർക്ക് ആവശ്യമുള്ള ഓരോ സംസ്ഥാനത്തും അവർക്ക് ഇഷ്ടമുള്ള IPS ഓഫീസർമാരെയും മറ്റും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യും. അങ്ങനെ റിക്രൂട്ട് ചെയ്ത ശേഷം അവരാണ് പിന്നീടുള്ള അവരാണ് ഈ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അവരുടെ നിർദ്ദേശാനുസരണം ഭരിക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കേന്ദ്രത്തിൽ നേരത്തെ ഗവൺമെൻറ് ആയിരിക്കുന്ന കാലത്ത് മായാവതിക്കെതിരായിട്ടുള്ള ഒരു കേസ്, അത് BJP ഗവൺമെൻറ് എടുത്ത കാര്യമാണ്. മായാവതി കോൺഗ്രസിനെ BJPയെ ശക്തമായിട്ട് എതിർത്തിരുന്ന കാലത്ത് മായാവതി ഒരു കേസിൽ കുടുക്കി. ആ കേസിൽ കുടുക്കിയെന്ന് വെച്ചാൽ ഒരു 150 കോടി രൂപയുടെ ആഗ്ര ഡൽഹി കോറിഡോർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കേസിൽ അവരെ കുടുക്കി, അവർക്കെതിരായിട്ട് കേസെടുത്ത് കോടതി കൊടുത്ത് വലിയ പ്രശ്നത്തിലായി. മായാവതി കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോൾ മായാവതി സറണ്ടറായി. സറണ്ടറായി കഴിഞ്ഞപ്പോൾ മായാവതിയെ എന്ത് ചെയ്തു? അവരെ BJP പാളയത്തിലേക്ക് വന്നു. BJP പാളയത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ആ കേസ് വിനിയോഗിച്ചു. പിന്നീട് നമ്മുടെ മായാവതി തന്നെ വേറെ സംഭവം ഉണ്ടായി. മായാവതി വെച്ചിട്ടുള്ള ഒത്തിരി നമ്മുടെ ഈ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. 2000 കോടി രൂപയുടെ പ്രതിമയാണ്. ആ കേസെടുത്ത് കഴിഞ്ഞ ശേഷം മായാവതിയെ ഒതുക്കിയവർ. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഈ കോൺഗ്രസ് ഗവൺമെൻറ് മുലായം സിംഗ് യാദവിനോട് ചെയ്തത്. മുലായം സിംഗ് യാദവിനെതിരായിട്ടുള്ള കോടിക്കണക്കായ ഉറുപ്പിയുടെ കേസ് CBI കൊണ്ട് കോൺഗ്രസ് എടുപ്പിച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെതിരായി 2009 അന്ന് മുലായം സിംഗ് യാദവ് അതിശക്തമായിട്ട് 2008 മുലായം സിംഗ് യാദവ് ശക്തമായി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ 2008 മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം വന്നു. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? രാത്രിക്ക് രാത്രി കോൺഗ്രസ് മുലായത്തെ ഭീഷണിപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുലായം നേരം വെളുത്തപ്പോഴത്തേക്കും മുലായം സിംഗ് യാദവ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്താണ്. പക്ഷേ ആ മുലായം സിംഗ് യാദവ് നേരം വെളുത്തപ്പോഴത്തേക്കും മാറി കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് ലോക്സഭയിൽ കോൺഗ്രസിന് വേണ്ടി കൈവക്കി. ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് ആ സംഭവങ്ങളാണ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കേന്ദ്ര ഏജൻസികളുടെ കാര്യം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിയെ പിടിക്കുന്നതിന് വേണ്ടി, മമതാ ബാനർജിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗ്ഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജിയുടെ നാട്ടിലുള്ള DGP അറസ്റ്റ് ചെയ്യാൻ പോയത്. പക്ഷെ അന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. DGPയെ പോയി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ബംഗാൾ പോലീസ് CBI തടഞ്ഞു. അന്ന് അറസ്റ്റ് പറ്റില്ല. പക്ഷേ പിന്നീട് അയാൾ സറണ്ടർ ചെയ്തു. ഇങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് CBIക്കൊരു എൻക്വയറി നടത്തുന്നതെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അനുവദിക്കണം. ഇതാണ് നിയമം. ഇത് മാത്രമല്ല, ഞാൻ വേറെന്ന് പറയാം, UAPA നിയമം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ UAPA നിയമം പ്രകാരം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രകാരമുള്ള അന്വേഷണം നടത്താൻ ഒരു സംസ്ഥാനത്ത് ചെന്ന് അന്വേഷിക്കണമെങ്കിൽ ആ സംസ്ഥാന ഗവൺമെൻറ് അനുമതി വേണമായിരുന്നു. പക്ഷേ 2020 ആദ്യം എന്തെന്നറിയോ? 2019 ജൂൺ മാസത്തിൽ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് 2019 വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ഈ UAPAക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അനുമതി വേണമെന്നുള്ള ഭാഗം പാർലമെൻറ്റിൽ നിയമം വെച്ച ശേഷം പാസ്സാക്കിയെടുത്തു. അത് ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അനുമതി വേണമെന്നുള്ളതാണ് നേരത്തെ ഉള്ളത്.
ഈ 67 UAPA നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൂടി അവിടെ അന്വേഷിക്കാവുള്ളൂ. പക്ഷേ നരേന്ദ്രമോദിക്ക് ആരെയും പിടിച്ച് കേസിൽ പ്രതിയാക്കണമെങ്കിൽ എന്ത് വേണം? ഈ UAPAക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ട. അപ്പോൾ പാർലമെൻറ്റ് വെച്ച് നിയമം പാസ്സാക്കി. ആ നിയമം നമ്മുടെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. ഇപ്പോൾ എന്തെന്നറിയോ? ഇപ്പോൾ ബംഗാൾ, ഏറ്റവും അവസാനം ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഇപ്പോൾ നമ്മുടെ പഞ്ചാബ്, ഏറ്റവും ഒടുവിൽ കേരളം, ഇങ്ങനെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഈ ഗവൺമെൻറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ CBIക്ക് അന്വേഷിക്കുക എന്നുള്ള ഭാഗം അങ്ങ് പിൻവലിച്ചു. ഇനി സംസ്ഥാന ഗവൺമെൻറ് അനുമതി വേണം എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ അനുമതി വേണം. പക്ഷേ നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഇത് മഹാസംഭവമായിട്ട് നമ്മൾ എടുക്കണ്ട. നാളെ വരെ ചേരാൻ പോണ പാർലമെൻറ്റിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നാലോ ബി ജെ പി പറയുകയാണ് ഇനി CBI എൻക്വയറിക്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ് അനുമതി ആവശ്യമില്ല എന്ന് UAPA ഭേദഗതി കൊണ്ടുവന്നാലോ, UAPA വരുത്തിയ ഭേദഗതി പോലെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സങ്കല്പന എന്നുള്ള കാഴ്ചപ്പാട് സ്വാതന്ത്ര്യ സമരത്തിൽ കൂടി വളർത്തിയെടുത്ത ആ കാഴ്ചപ്പാടിനെ ചവിട്ടിത്തേക്കുകയാണ് BJP. എന്തുകൊണ്ട്? BJPക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാരമ്പര്യമില്ല. RSSന് ആ പാരമ്പര്യമില്ല. BJP അന്നില്ല, 80-ലാണ് ഉണ്ടായത്. പക്ഷേ RSS ആണല്ലോ BJP നയിക്കുന്നത്. ആ BJPക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നും BJP അലട്ടുന്നില്ല. കാരണം RSS ഉണ്ടായ 1925 ശേഷം 47 വരെ അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തിട്ടേ ഉള്ളൂ. അടൽ ബിഹാരി വാജ്പേയി 1942 ഗ്വാളിയോറിൽ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഒറ്റിക്കൊടുത്ത ആളാണ് അടൽ ബിഹാരി വാജ്പേയി. പോലീസുകാരെ കാണിച്ചു കൊടുത്തു, ഇവരൊക്കെയാണ് പ്രതികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് പാരമ്പര്യം അവിടെ. സവർക്കറും ഗോൾവൽക്കറും ബാക്കിയുള്ള ആൾക്കാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ ആ BJP ഭരിക്കുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് നമ്മുടെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ലോക്സഭയിലുള്ളപ്പോൾ BJP എടുക്കുന്ന സമീപനം പൂർണ്ണമായും അമിതാധികാരത്തിൻ്റെ സമീപനമാണ്. അതാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തുകൊണ്ടുള്ള തീരുമാനം. 35A അവർ റിവോക്ക് ചെയ്തുകൊണ്ടുള്ള തീരുമാനം അതാണ്. അപ്പോൾ ഈ അമിതാധികാരം എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, കേന്ദ്രത്തിലെ ഭരണവർഗം സമ്മർദ്ദം ചെലുത്തി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പ്രസക്തമായ പ്രശ്നം എന്താണ്? ഇപ്പം ഞാൻ പറയാം, ഏറ്റവും അവസാനം പഞ്ചാബിലെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനും അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയ്ക്കും ഒക്കെ കൊച്ചുമക്കൾക്കെതിരായിട്ട് ED നോട്ടീസ് കൊടുത്തു കാണാൻ പറഞ്ഞിട്ട്. അപ്പോൾ കോൺഗ്രസ് തീർത്തു. ഈ EDയും CBI ഒക്കെയാണ് ചിദംബരത്തിൻ്റെ വീട് ചാടിക്കിടന്ന് അറസ്റ്റ് ചെയ്ത് ചിദംബരം പക്ഷേ അന്ന് മന്ത്രിയല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ് ചിദംബരം. ആ ചിദംബരത്തെ അപമാനിച്ച് 106 ദിവസം തിഹാർ ജയിലിൽ കിടന്നു. അങ്ങനെയാണ് ചിദംബരം പിന്നീട് രക്ഷപ്പെടുന്നത്. ഇതിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമീപനം എന്താ? കോൺഗ്രസിൻ്റെ സമീപനം ഒരു ഓൾ ഇന്ത്യ സമീപനമല്ല. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തപ്പോഴും ഈ സമീപനം ആയിരുന്നില്ലല്ലോ. ഗുലാം നബി ആസാദിൻ്റെ സമീപനമാണോ ബാക്കിയുള്ള ആൾക്കാരുണ്ടായിരുന്നത്? കോൺഗ്രസ്സിന് അന്നത്തെ ഈ ഭരണമാണ് പ്രശ്നം. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെല്ലാം പറയുന്ന കക്ഷികളുണ്ട്. അവർക്കൊക്കെയുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ദേശീയ താല്പര്യം പോയിട്ട് നമ്മുടെ സംസ്ഥാന താല്പര്യം പോലും അറിയില്ലാത്ത വെറും വിടുവായന്മാരാണ്. അതുകൊണ്ടല്ലേ അമരീന്ദർ സിംഗിൻ്റെ നയത്തിന് ഇന്നലെ അമരീന്ദർ സിംഗിന് ശക്തമായിട്ട് റിവോൾട്ട് ചെയ്തു. കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നു. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ ചോദ്യം ചെയ്താണ് ഈ സോണിയാഗാന്ധിയെ എത്ര മണിക്കൂർ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്കയുടെ ഭർത്താവിനെ എത്ര മണിക്കൂർ, പ്രിയങ്കയുടെ ഭർത്താവിനെ എത്രയോ മണിക്കൂറിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻസികൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന് അവരുടെ അധികാരം പിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ആ കേരളത്തിലെ സംഭവവാസങ്ങളെ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് CBI അന്വേഷിക്കാൻ, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ പോയത്? CBIക്ക് അന്വേഷിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അഴിമതി ദേശീയ തലത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള നീക്കത്തിനെതിരായിട്ട് ഈ അഴിമതി വരണം. നമ്മുടെ ബജറ്റിനെ തകർക്കുന്ന രൂപത്തിലേക്ക് ഈ അഴിമതി വരണം. ദേശവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് ഈ അഴിമതി വരണം. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി വരണം. ആ അഴിമതിയാണ് അന്വേഷിക്കേണ്ടത്. ആ അഴിമതി അന്വേഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, അനിൽ അക്കര എന്ന് പറയുന്ന ഒരുത്തൻ കൊണ്ടുവന്ന ഒരു MLA കൊണ്ടുവന്ന കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI ഒരു കേസെടുത്തു ഈ ലൈഫിൻ്റെ പേരിൽ. ലൈഫ് എന്നാ കേന്ദ്ര പദ്ധതിയാണോ? ലൈഫിൽ കേന്ദ്ര ഗവൺമെൻറ് പണമില്ല, സംസ്ഥാന ഗവൺമെൻറ് പണമേ ഉള്ളൂ. ലൈഫിന് വേണ്ടി കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ സംബന്ധിച്ച് ലൈഫിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ പണം കൈമാറി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കേരളത്തിലെ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. നമ്മൾ കാണേണ്ട ഒരു കാര്യം,
ഒരു കേസിൽ ഒരു ഏജൻസി ഒരു FIR രജിസ്റ്റർ ചെയ്താൽ പിന്നെ അതിൽ തീരുമാനമാവാതെ വേറൊരു ഏജൻസിക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ക്രിമിനൽ ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ കാര്യമാണിത്. അങ്ങനെ ലൈഫ് പദ്ധതിക്കെതിരായിട്ട് ആ പദ്ധതിയിൽ അഴിമതി എന്ന് പറയപ്പെടുന്നതിനെതിരായിട്ട് അന്വേഷണം കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് നമ്മുടെ കേരളത്തിലെ പോലീസ് ഒരു FIR രജിസ്റ്റർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കെ CBI എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് ക്രിമിനൽ ലോയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തത്? ഒരു കോടതി നിൽക്കാൻ പോലില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CBIക്ക് ഈ ഇതിൻ്റെ ഫയൽ നോക്കാൻ എന്ത് ഭരണഘടന അല്ലെങ്കിൽ ഏത് ക്രിമിനൽ ലോയുടെ അടിസ്ഥാനത്തിൽ എന്ത് അധികാരമുള്ളത്? കാരണം അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് ഒരു ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് പറയാം. നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പാലം വിഴുങ്ങി ഇബ്രാഹിം കുഞ്ഞിൻ്റെ പാലത്തിൻ്റെ അഴിമതി. ഇബ്രാഹിം കുഞ്ഞിൻ്റെ 10 കോടി റുപ്യയുടെ അതാണിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോക്കുന്നത്. അത് നോക്കാം. കാരണം അത് 10 കോടി റുപ്യയുടെ വെളുപ്പിക്കലാണ്. ചന്ദ്രിക പത്രത്തിലേക്ക് പണം കൊടുത്തതിന് ശേഷമുള്ള വെളുപ്പിക്കലാണ്. നിയമവിരുദ്ധമായിട്ടുള്ള പണം വെളുപ്പിക്കലാണ്. പിന്നെ VD സതീശനെതിരായിട്ടുള്ള കേസ്, PT തോമസിനെതിരായിട്ടുള്ള കേസ്, ഈ കേസുകളെല്ലാം കേരള വിജിലൻസ് അന്വേഷിക്കുകയാണ്. എന്നാൽ CBI അന്വേഷിക്കേണ്ടിരുന്ന ടൈറ്റാനിയം കേസ് എന്ന് വെച്ചാൽ ടൈറ്റാനിയം പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം വന്ന് ഫ്രഞ്ച് ഗവൺമെൻറ്റിൽ നിന്നാണ്. വിദേശ ഗവൺമെൻറ്റിൽ നിന്ന് വന്ന പണം, ആ പണത്തിൽ 60 കോടിയാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി എല്ലാം കൂടി ഇബ്രാഹിം കുഞ്ഞിനെ കൂടി അടിച്ചു മാറ്റിയത്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ് ഞാൻ ഈ പദ്ധതി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതെന്ന് രാമേന്ദ്രൻ നായർ മന്ത്രിയായ ആൾ പറഞ്ഞല്ലോ. അന്ന് ആരോഗ്യമന്ത്രി രാമേന്ദ്രൻ നായരായിരുന്നു, KK രാമേന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹം പറഞ്ഞല്ലോ, KK രാമേന്ദ്രൻ മാസ്റ്റർ. എന്ത് CBI അന്വേഷിക്കാത്തത്? CBI ആ കേസ് അന്വേഷിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. CBI പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കില്ല പറഞ്ഞു. എന്തുകൊണ്ട്? വിദേശ പണവുമായിട്ടുള്ള കൈമാറ്റം ബന്ധപ്പെട്ട എന്ത് ഏറ്റെടുക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് CBI എടുക്കുന്ന ഇപ്പോഴത്തെ കേസ്, അപ്പോൾ ഞാൻ പറയാം K-ഫോൺ പദ്ധതി. എന്താണ് K-ഫോൺ പദ്ധതി? K-ഫോൺ പദ്ധതി വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ശരിയാക്കി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ചെറിയ പൈസയ്ക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി അതിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇൻ്റർനെറ്റ് ലഭ്യമാകുക എന്നുള്ളത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുള്ള പദ്ധതിയാണിത്. ഇന്ത്യക്കകത്തെ ഏക സംസ്ഥാനം ഈ കേരള സംസ്ഥാനമാണ്. ആ പദ്ധതിയെ അട്ടിമറിക്കാനാണ് CBI ഇവർ ചോദിച്ചത്. എന്താണ് ഈ കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBIയോ ആ ഫയൽ തരാൻ? ആ ഫയൽ വയ്ക്കാൻ അവർക്ക് എന്താ അധികാരം? എന്താ ഉദ്ദേശിക്കുന്നത് അവർ? അതായത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വലിയ പദ്ധതികൾ, ആ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്ത് ഗവൺമെൻറ്റാണ്? 600 കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ മാനിഫെസ്റ്റോ വെച്ചു. ആ മാനിഫെസ്റ്റോയിൽ 580 കാര്യം നടപ്പാക്കി. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ തീരാൻ പോണ കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ 100 ദിന പദ്ധതി ഉണ്ടല്ലോ, അത് നടപ്പാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ നടപ്പാകും. കേരളത്തിൻ്റെ അടിസ്ഥാന വികസന രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസം, വീട്, എല്ലാ കാര്യത്തിനും മാറ്റം വന്നു. ഇങ്ങനെ ചെയ്യുന്ന ആ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാനും ആ ഗവൺമെൻറ്റിനെ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനും വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് CBI ഉപയോഗിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നരേന്ദ്രമോദിയെപ്പോലെ തന്നെ വോട്ട് കിട്ടി ജയിച്ച ആളാണ് പിണറായി വിജയൻ. നരേന്ദ്രമോദിയെപ്പോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശപ്പെട്ട ആളാണ് സംസ്ഥാന ഗവൺമെൻറ്. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും നരേന്ദ്രമോദിയുടെ ഓശാരത്തിൽ അയാളുടെ കീഴാളനല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സാധുതയുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്, തമിഴ്നാട്ടിലെ ഗവൺമെൻറ്, അല്ലെങ്കിൽ രാജസ്ഥാനിലെ ഗവൺമെൻറ്, പഞ്ചാബിലെ ഗവൺമെൻറ്, ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റും, എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ്. അത് ഭരണഘടനാ സുരക്ഷയുള്ള ഗവൺമെൻറ്റാണ്. അല്ലാണ്ട് കേന്ദ്രത്തിലെ കീഴാള ഗവൺമെൻറ് അല്ല ഈ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത്. പഴയകാലത്ത് സാമന്ത ഭരണം അല്ലത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും അല്ലെങ്കിൽ NIAയും അല്ലെങ്കിൽ കസ്റ്റംസിനെയും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഈ കേന്ദ്രത്തിലെ ഗവൺമെൻറ് കാണിക്കുന്നത് വളരെ നഗ്നമായ ജനാധിപത്യ ധ്വംസനമാണ്, വളരെ നഗ്നമായിട്ടുള്ള ഫെഡറലിസത്തിൻ്റെ ലംഘനമാണ്, ഫെഡറൽ കാഴ്ചപ്പാടിന് എതിരായിട്ടുള്ള ഒരു നീക്കമാണിത്. അപ്പോൾ ഈ നീക്കത്തെ ചെറുക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ താല്പര്യമുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അമിതാധികാരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നരേന്ദ്രമോദി ഗവൺമെൻറ്റും കേരളത്തിലെ കോൺഗ്രസും BJP ഒന്നിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ നീക്കത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ നീക്കത്തെ ചെറുക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ പറ്റില്ല,
നരേന്ദ്രമോദിയുടെ RSS വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനും പ്രസിഡൻറ്റ് ഭരണം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഭരണം പോലെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം ഏർപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം ഇപ്പോൾ അമേരിക്കയിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ വോട്ടെടുപ്പിൽ സംഭവിക്കുന്നത് പ്രസിഡൻറ്റിനെ നേരിട്ട് എലക്ട് ചെയ്യുക, ഇലക്ടറൽ കോളേജ് വഴി പ്രസിഡൻറ്റിനെ നേരിട്ട് എലക്ട് ചെയ്യുകയാണ്. പിന്നെ സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രസിഡൻറ്റിന് വേണമെങ്കിൽ ഏത് തീരുമാനം നടപ്പിലാക്കാനും അദ്ദേഹത്തിന് വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് കോമൺ സഭയും അല്ലെങ്കിൽ സെനറ്റും പാസ്സാക്കുന്നതൊന്നും അയക്ക് ബാധകമല്ല, അങ്ങേർക്ക് ബാധകമല്ല. കാരണം അമേരിക്ക പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു ഭരണ സമ്പ്രദായമാണ്. ആ ഭരണ സമ്പ്രദായം വെച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ദേശവിരുദ്ധം മാത്രമല്ല ലോകത്തിൽ സാർവദേശീയ മനുഷ്യനെതിരായിട്ടുള്ള വലിയ യുദ്ധം പ്രഖ്യാപിച്ചത് ഈ നിയമം ഉപയോഗിച്ചിട്ടാണ്. ആ രൂപത്തിലുള്ള ഭരണം, ഏകദേശീയതാവാദം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അഖണ്ഡതയ്ക്ക് പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് BJP ചെയ്യുന്നത്. അതിനാണ് BJP നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഫെഡറൽ സങ്കല്പനത്തെ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി അവർ ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നത്. അതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തേണ്ടത് നമ്മുടെ ഇന്നത്തെ കേവലമായ ക്ഷണികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആവശ്യമല്ല, മറിച്ച് ദീർഘകാലത്തേക്കുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ശക്തമായ സമരം നമുക്ക് ഈ നാട്ടിൽ ഉയർത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ പറയുകയാണ്. അഭിവാദ്യങ്ങൾ.